ഈ പരിപാടിയുടെ അധ്യക്ഷനും ഉദ്ഘാടകനും വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എന്റെ സുഹൃത്ത് യൂനിസ് അമ്പലക്കണ്ടി, എന്റെ മുമ്പിൽ ഉപവിഷ്ടനായിട്ടുള്ള എന്റെ സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഇതിന്റെ സംഘാടകർ കഴിഞ്ഞ ദിവസം ഫോണിലൂടെ വിളിച്ച് ഇങ്ങനെയുള്ള ഒരു ദൗത്യം ഇവിടെ നടക്കുന്നുണ്ട്, തങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ചോദിക്കാതെ വരാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ മനസ്സുകളെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകത ഭാഷണത്തിലെ ഉദ്ഘാടനത്തിലെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ ആവശ്യകതയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക, അതിന്റെ ഒരു ബോധവൽക്കരണം മനുഷ്യനിലേക്ക്, മനുഷ്യ മനസ്സിലേക്ക് തരുന്നതിന്റെ ഒരു ചടങ്ങായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഇതിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നടപ്പാവുന്നതിന്, സഫലീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു സമുച്ചയം കെട്ടിപ്പടുക്കുകയും അതിന്റെ ശിലാസ്ഥാപനം ഇന്ന് നടത്തപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. മനസ്സ് നിറയെ സന്തോഷമാണ്. അധികം വൈകാതെ ഈ സമുച്ചയം ഇവിടെ ഉയരട്ടെ, നമ്മുടെ നാട്ടുകാർക്ക് ഇതൊരു അത്താണിയായി മാറട്ടെ എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഓമശ്ശേരി മണ്ണ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള പാലിയേറ്റീവ് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു മണ്ണാണ് ഓമശ്ശേരിയുടേത്. അതിന്റെ ഒരു ഭാഗമാണ് പുത്തൂര്, നാഗാലികാവ് ഒക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം, അതാണ് ഫാമിലി ഹെൽത്ത് സെന്റർ ഓമശ്ശേരിയിലുണ്ട്. അവിടെ 328ഓളം രോഗികളെ വീട്ടിൽ ചെന്ന് പരിചരിക്കുന്ന ഒരു സംവിധാനം ഓമശ്ശേരി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശാന്തി ഹോസ്പിറ്റൽ, അതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനത്തിൽ വളരെയേറെ മുന്നോട്ട് പോയി സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന അല്ലെങ്കിൽ ഒരു ആതുര സേവനം നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ നമുക്കുണ്ട്, ശാന്തി ഹോസ്പിറ്റൽ. അതുപോലുള്ള യാഥാരം സംഘടനകൾ, സ്വാന്തനം, സഹായി, ട്രിനിറ്റി, യൂണിറ്റി, ധാരാളം സംഘടനകൾ ഓമശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ഈ പാലിയേറ്റീവ് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കേണ്ട പ്രവർത്തനത്തിൽ എല്ലാവരും മുൻപന്തിയിലാണ്, ആരും പുറകോട്ടല്ല. ഞങ്ങള് ഓമശ്ശേരി ഭരണസമിതി ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 49 ലക്ഷം രൂപ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ചെലവാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഓമശ്ശേരി ഫെസ്റ്റ് നടത്തിയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഓമശ്ശേരി ഫെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ മിച്ചം വരുന്ന തുക ഈ പ്രവർത്തനത്തിന് വേണ്ടി നൽകപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഇരിക്കാം, അതൊരു വലിയ തുകയാണോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ അതൊരു വലിയ തുകയായി കാണുന്നില്ലെങ്കിലും അതൊരു വലിയ പ്രവർത്തനമായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഈ 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മുമ്പിൽ വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി ഒക്കെ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു കൽപ്പാണ്, അവരെ ഒരു ചേർത്ത് പിടിക്കൽ, അത് നടത്തുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മളൊരു മനുഷ്യനായി മാറുന്നുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത്, നാളെ നമ്മളും ആ വഴിക്ക് നീങ്ങേണ്ടവരാണ്. പണ്ടൊക്കെ
പണ്ടൊക്കെ പറയാറുണ്ട്, പഴുത്ത ഇല പൊഴിയുമ്പോൾ പച്ചയില ചിരിക്കേണ്ട എന്ന് പറയാറുണ്ട്. എത്ര പരമാർത്ഥമാണത്. പ്രയാസം അനുഭവിക്കുന്നവന് കിടക്കുമ്പോൾ ഓരോ നേരം അവന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വരുമ്പോൾ അവനെ ഒന്ന് സ്വാന്തനിപ്പിക്കുക, അവന് തലോടുക, അവനൊന്ന് തൊടുക, അവൻ പറയുന്നത് കേൾക്കുക. അത് വലിയ കാര്യമാണ്. അതിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. എല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ ഞങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ രംഗത്ത് പ്രവർത്തന മണ്ഡലത്തിൽ ഓടി നടന്ന് രാത്രി വീട്ടിലെത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്യും. ഇന്ന് നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യും. ഒരു അരമണിക്കൂർ സ്വസ്ഥമായി ഇരുന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടാറുള്ളത്, ചിലപ്പോൾ ഇന്ന് ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല, ഒന്നും സാധിച്ചിട്ടില്ല എന്നാണ് വരിക. പക്ഷേ പലതും സാധിക്കും എന്നുള്ളതിന്റെ ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. ഏതൊരു കൈത്താങ്ങും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇന്ന് ഇറങ്ങിയത് വെറുതെ ആയില്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അതാണ് വാളണ്ടിയറൊക്കെ, ഈ പയറ്റീവ് വളണ്ടിയേഴ്സൊക്കെ വളരെ സന്തോഷത്തോടെയാണ് അവർ വീട്ടിൽ കയറുക, തിരിച്ചു കയറുക. കാരണം ഇന്നൊരാളെ സഹായിക്കാൻ കഴിഞ്ഞു, ഇന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ആ പ്രയാസം കേൾക്കാൻ കഴിഞ്ഞു. അതാണ് ഈ വളണ്ടിയർമാർക്കൊക്കെ ഉള്ള പ്രവർത്തന മേഖല. നമുക്കൊക്കെ ഇതിന്റെ വളണ്ടിയർമാരായി മാറാൻ സാധിക്കണം. തിരക്കാണ് നമുക്കൊക്കെ, തിരക്കാണെങ്കിലും ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ എനിക്കും സാധിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഒരിക്കലും ഒരു കടൽ തീരത്ത് പിതാവ് മത്സ്യബന്ധനത്തിന് വേണ്ടി പോവുകയാണ്. എല്ലാ ദിവസവും മകനും കൂടെ ആ വെള്ളത്തിന്റെ അടുത്ത് വരെ പോകും. പിതാവ് വഞ്ചിയിൽ കയറി മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ മകൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഉമ്മയെ നോക്കി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് കിടന്നുറങ്ങി. പുലരാൻ നേരത്ത് പിതാവ് വരുമ്പോ സന്തോഷത്തോടെ പിതാവിനെ നോക്കുന്ന ഒരു മകൻ. ഒരു ദിവസം ഇങ്ങനെ പിതാവ് കടലിലേക്ക് പോകുന്നു, മകനും കൂടെ പോകുന്നു. മകൻ അന്ന് രാത്രി തിരിച്ചു വന്നില്ല. പിതാവ് പുലർച്ചെ തോണിയിൽ മത്സ്യവുമായി വരുമ്പോ മകൻ ഇങ്ങനെ പൂഴിവാരി കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം പൂഴിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിതാവിന് വിഷമമുണ്ട്, അയാൾക്ക് പ്രയാസമുണ്ട്. എന്റെ മകൻ എന്ത് പറ്റി എന്ന് ആലോചിക്കുന്നു. കടൽ തീരത്തേക്ക് വരുന്നു, മകനോട് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോ ഈ പിതാവ് കാണുന്നത് ഇവൻ വെറുതെ മണൽ വാരി എറിയുകയല്ല, തിരകളിലകപ്പെട്ട് മണൽക്കരയിലേക്ക് കയറി വന്നിട്ടുള്ള നക്ഷത്ര മത്സ്യങ്ങളെ, ആ നക്ഷത്ര മത്സ്യങ്ങളെ ഒന്നൊന്നായി എടുത്ത് ഈ വെള്ളത്തിലേക്ക് തിരികെ എത്തിക്കുന്ന മഹത് ദൗത്യം നിറവേറ്റുകയാണ് മകൻ. നമ്മൾ ആലോചിച്ചു നോക്കണം, ഈ നക്ഷത്ര മത്സ്യങ്ങള് പുലരുമ്പോൾ സൂര്യകിരണം ഏൽക്കുമ്പോൾ ചത്തുപോകും. ആ ചത്തുപോകാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന നല്ല പ്രവർത്തനം. പിതാവ് ദൂരെ ധാരാളം നക്ഷത്ര മത്സ്യങ്ങളെ കാണുന്നു. രണ്ടുപേരും ചേർന്ന് ഈ നക്ഷത്ര മത്സ്യങ്ങളെ നദിയിലേക്ക് വാരിയിടുന്നു. പക്ഷേ ചിലതെല്ലാം പൊരിഞ്ഞു പോകുന്നു. സുഹൃത്തുക്കളെ, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് കഴിയുന്നവരെ ചേർത്ത് പിടിച്ച്, നമുക്ക് കഴിയുന്നവരെ ഒരു താങ്ങായി നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ സെന്ററിനും ആ ദൗത്യം നിറവേറ്റാൻ സാധിക്കും. നമ്മളെല്ലാവരും അതിലുള്ള ഒരു കണ്ണിയായി മാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.